അഹമ്മദാബാദ് വിമാന ദുരന്തം അന്വേഷിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ച് വ്യോമയാന മന്ത്രാലയം. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതിയുടെ തലവൻ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം തുടരുകയാണ്. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും വിമാന കമ്പനിയുടെയും വിദഗ്ധ സംഘം ഇന്ന് ഇന്ത്യയിലെത്തുമെന്നറിയുന്നു. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അല്പം മുമ്പ് അഹമ്മദാബാദിൽ എത്തിച്ചേർന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാനും DNA പരിശോധനയ്ക്ക് പ്രേരിപ്പിക്കുവാനും ഒക്കെയാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ബ്ലഡ് സാമ്പിൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ നൽകി. അഹമ്മദാബാദിൽ നിന്ന് മറ്റു വിവരങ്ങളുമായി വിഷ്ണു സുരേഷും അതുപോലെ ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറും അന്വേഷണത്തെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, അഹമ്മദാബാദിൽ എന്തൊക്കെ ചടുലമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? വളരെ ഗതാഗതമായ കാഴ്ചകൾ ഇന്നും തുടരുകയാണ്. ആശുപത്രി വരാന്തയിൽ മോർച്ചയുടെ മുന്നിലൊക്കെ ഇപ്പോഴും ആളുകൾ കൂടി നിൽക്കുകയാണോ? വലിയ തിരക്കാണ് BJ മെഡിക്കൽ കോളേജിൽ, പ്രത്യേകിച്ച് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബ്ലോക്കിൽ ഉള്ളത്. ഞാനിപ്പോൾ ആ ബ്ലോക്കിന് മുൻപിലാണ് ഉള്ളത്. ഇന്നലെ മുതൽ തന്നെ ആളുകൾ തങ്ങളുടെ ഉറ്റവരെ തേടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് കണ്ടൊരു കാഴ്ച, ഒരു 70 വയസ്സോളം പ്രായമുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് എത്തി ആശുപത്രിയിലകത്ത് പരിശോധന നടത്തിയാൽ പുറത്തു വന്നിട്ട് എൻ്റെ മകളെയും കുട്ടികളെയും ഒന്നും കാണുന്നില്ല, അവർ ഈ ആശുപത്രിയിൽ ഉണ്ടാകുമെന്ന് കരുതി വന്നതാണ്, പക്ഷേ അവർ ഈ അപകടത്തിൻ്റെ ഭാഗമായി അവരെ കാണാതായതാണ്, എവിടെയാണെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല എന്ന് ഒരു പ്രതികരണം നടത്തി അദ്ദേഹം ഇവിടെ നിന്ന് തിരികെ പോവുകയായിരുന്നു. പല ബ്ലോക്കുകളായി അത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടി ഉടൻ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പുല്ലാട് നിന്ന് രതീഷ് രാവിലെ തന്നെ രക്തസാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 24 മണിക്കൂറിനകം തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം അതിവേഗം വിട്ടു നൽകാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി ആരോഗ്യ പ്രവർത്തകർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. ബന്ധുക്കൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ഒപ്പം ഈ പരിക്കേറ്റവരുമായി ബന്ധപ്പെട്ടും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. 49 പേരുടെ ഔദ്യോഗിക കണക്കാണ് ഉള്ളത്. എന്നാൽ ഏകദേശം 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന കണക്ക്. BJ ഹോസ്പിറ്റലിലെ കണക്കാണ് 49. കൂടുതൽ പേർ മറ്റ് ആശുപത്രികളിലൊക്കെ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എങ്ങനെയെങ്കിലും അവരുടെ നില എന്തെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒപ്പം ഈ പരിക്കേറ്റ് ഗുരുതരമായി ചികിത്സയിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിലും ആരോഗ്യ വിഭാഗം ഇതുവരെ ഒരു കണക്ക് പുറത്തുവിട്ടില്ല. മരണവും അതോടൊപ്പം പരിക്കേറ്റ ആളുകളുടെ ഔദ്യോഗിക കണക്ക് കൂടി ഇന്നോ നാളെയോ ആയി പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന വിവരം. SK, അന്വേഷണം പല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അന്തർദേശീയ തലത്തിൽ വലിയൊരു ദുരന്തമായിട്ട് ഇതിനെ കാണുന്നു. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ബോയിങ് കമ്പനിയും അന്വേഷണം നടത്തുന്നുണ്ട്. കാര്യം ബോയിങ്ങിൻ്റെ പുതിയ CEO ഈ ബോയിങ് കമ്പനിക്കുണ്ടായ പേരുദോഷത്തിൽ നിന്ന് കമ്പനിയെ മുക്തമാക്കാൻ ശ്രമിക്കുന്ന തിരക്കുകൾക്കിടയിൽ ഒരു പരിധിവരെ അദ്ദേഹം വിജയിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ അഹമ്മദാബാദിലെ വൻ ദുരന്തമുണ്ടായതും ബോയിങ് കമ്പനിക്ക്, ബോയിങ് വിമാനങ്ങൾക്ക് തന്നെ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പ്രചരിക്കുന്നതും. അതുകൊണ്ട് ഈ ശരിക്കും ഒരു ബോയിങ് കമ്പനിക്ക് തന്നെ അവരുടെ വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ ഈ അന്വേഷണം നടത്തുകയും യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, വിവരങ്ങൾ. SK, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു ഉന്നതാധികാര സമിതിയെ വ്യോമയാന മന്ത്രാലയം നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സമാന്തരമായിട്ടാണ് അവർ അന്വേഷണം നടത്തുന്നത്. അതിന്റെ നേതൃത്വം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ആഭ്യന്തര സെക്രട്ടറിയാണ്. ഇതിൽ പല വിദഗ്ധരടക്കം ഈ ഉന്നതാധികാര സമിതിയിലുണ്ട്. അതായത് DGCയുടെ അടക്കം, സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിലെ അടക്കം, ജോയിന്റ് സെക്രട്ടറിമാരടക്കം, SDRFന്റെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഉന്നതാധികാര സമിതിയിലുണ്ട്. അവർ എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നുള്ളതിന്റെ പരിശോധന നടത്തും. അതിനുശേഷം 3 മാസത്തിനകം റിപ്പോർട്ട് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ നിലവിലുള്ള ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ ഒരു വിലയിരുത്തൽ നടത്താൻ, അതിനൊരു അവലോകനം നടത്താനായി ഇപ്പോൾ വ്യോമയാന മന്ത്രിയുടെ രാംമോഹൻ നായിഡുവിന്റെ ഓഫീസിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അതിൽ DG അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്നുണ്ട്. അവർ ഇതുവരെ നടത്തിയ അന്വേഷണത്തിന്റെ അതിലെ കാര്യങ്ങളൊക്കെ വ്യോമയാന മന്ത്രിയുമായി സംസാരിക്കും. കൂടാതെ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു സംഘം പരിശോധന നടത്തുന്നുണ്ട്. അവരുടെ കൂടാതെ തന്നെ NST, CISF പോലുള്ള സംഘങ്ങൾ ഒരു സംയുക്ത പരിശോധനയാണ് അവിടെ നടത്തുന്നത്. പരമാവധി തെളിവുകൾ അവിടെ നിന്ന് ശേഖരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ അപകടം ഉണ്ടായതിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കൂടാതെ തന്നെ UK-യുടെയും അമേരിക്കയുടെയും അവരുടെ ഈ ഏജൻസികൾ, അവരുടെ വിദഗ്ധ സംഘവും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അമേരിക്കയിലെ NTSBയും UK-യിലെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അവരും ഇന്ത്യയുടെ ഈ അന്വേഷണത്തിന് സഹായം നൽകും. എന്തായാലും ഇതുവരേക്കും ഈ കാരണം കണ്ടെത്തുന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അന്വേഷണം തുടരുകയാണ്.